അമേരിക്കയുടെ നിരീക്ഷണ വിമാനം വെടിവെച്ചിട്ടെന്ന ഇറാന്റെ അവകാശവാദത്തോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. വിമാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടെങ്കിലും വാഷിംഗ്ടൺ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം പശ്ചിമേഷ്യയിൽ അമേരിക്ക വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തുകയാണ്. അമേരിക്കയുടെ നിരീക്ഷണ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാന്റെ അവകാശവാദം എത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. വിമാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടെങ്കിലും വാഷിംഗ്ടൺ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇറാന്റെ പ്രകോപനത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ അമേരിക്ക വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ 3500ഓളം സൈനികരെയും USS ട്രിപ്പോളി ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകളെയും അമേരിക്ക മേഖലയിൽ വിന്യസിച്ചു. ഏകദേശം 2500 സൈനികരുമായി അത്യാധുനിക യുദ്ധക്കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇതിനു പുറമെ USS ബോക്സറും സാന്റിയാഗോയിൽ നിന്നുള്ള നാവിക യൂണിറ്റുകളും ഉടൻ തന്നെ മേഖലയിലെത്തുമെന്നാണ് വിവരം. കരയുദ്ധം ഒഴിവാക്കി ഇറാനെ പരാജയപ്പെടുത്താനാണ് ലക്ഷ്യമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുമ്പോഴും സൈനിക നീക്കം ശക്തമാണ്. കരയുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് US കമാൻഡിന്റെ എക്സ്പോസ്റ്റ് നൽകുന്നത്. ഇതിനിടെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചന നൽകി യമനിലെ ഹൂതി വിമതരും രംഗത്തെത്തി. ഇസ്രയേലിന് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. ലോകത്തെ പ്രധാന കപ്പൽപാതയായ ബാബൽ മന്ദബ് ഉപരോധിക്കുമെന്ന ഹൂതികളുടെ ഭീഷണി ആഗോള ചരക്കുനീക്കത്തെയും സമ്പദ്വ്യവസ്ഥയും പ്രതിസന്ധിയിലാക്കിയേക്കും. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ചെങ്കടലിലേക്ക് കൂടി സംഘർഷം പടരുന്നത് രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കരയുദ്ധത്തിലേക്ക് അമേരിക്ക നീങ്ങുമോ അതോ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇറാനെ തളയ്ക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.